ഓഹ്, ഇതൊക്കെയാണോ അഭിഷേകേട്ടൻ വായിക്കുന്ന ബുക്സ്? ഒന്നും മനസ്സിലാവുന്നില്ല. മോളെ, ഇന്നലെ വൈകുന്നേരം ചോറ് ബാക്കി വന്നേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് കാണുന്നില്ലല്ലോ, എവിടെയെങ്കിലും എടുത്തു വെച്ചോ? അത് പഴയ ചോറല്ലേ, ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോ ആര് കഴിക്കാനാ? അയ്യോ, എന്ത് പണിയാ മോളെ നീ ചെയ്തത്? ഞാൻ വറ്റിലുണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. വറ്റൽ ഉണ്ടാക്കാനോ? എനിക്ക് അറിയില്ലായിരുന്നല്ലോ അമ്മേ. ഞാനിത് മുഴുവൻ എടുത്തിട്ട് ഇവിടെ വാഴയുടെ ചൂട്ട് കൂട്ടി. ഞങ്ങളുടെ വീട്ടിലൊന്നും പഴയ ചോറ് ഉപയോഗിക്കാറില്ല. നിങ്ങൾ ഉപയോഗിക്കാറില്ല? അയ്യോ, ഇവിടെ പഴയ ചോറ് അച്ഛന് വലിയ ഇഷ്ടമാ. തൈര് ഒഴിച്ച് രാവിലെ കഴിക്കലുണ്ട്. കുറച്ചെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ അരച്ച വറ്റിലുണ്ടാക്കും. അരി നല്ല വില കൊടുത്തില്ലേ നമ്മൾ വാങ്ങുന്നത്. നീ ഒന്നും കളയരുത് കേട്ടോ നീ. അയ്യേ, ഇവരെന്താ ഇങ്ങനെ പഴങ്കഞ്ഞി എന്നാണോ ജീവിക്കുന്നത്? അവ പിന്നെ പൈസയുള്ള ഒരു വാപ്പോയിട്ട് എന്ത് വ്യത്യാസമുള്ളത്? എന്റെ വീട്ടിലും കണക്കന്നെ, എവിടെയും കണക്ക്. ഷേ, ഇതെന്താ ഇങ്ങനത്തെ ഒരു കളർ ഇവിടെ? ശ്രുതി, നീ ഒന്ന് ഇങ്ങോട്ട് വാ. അമ്മ ഇതാ വരുന്നു. ഓ, എന്തിനാ? എന്താ അമ്മേ? ഇവിടെ എന്താ മഞ്ഞ കളറ്? അത് ഞാൻ നേരത്തെ കറി കൊണ്ടുപോകുമ്പോഴേ ആയതമ്മ. ഞാൻ തുടച്ചോളാം കുറച്ച് കഴിഞ്ഞിട്ട്. കുറച്ച് കേട്ടോ, നീ അപ്പൊ തന്നെ തുടച്ചു കളയേണ്ടതല്ലേ? വേഗം തുടച്ചേ, ഇവിടെയൊക്കെ ആവില്ലേ ഇത്? ശരി. അത് ആരെങ്കിലും ചവിട്ടില്ലേ ഇതില്? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പൊ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ തുടയ്ക്കാമേ. നീ എന്താ മോപ്പം കൊണ്ടുവരുന്ന? തുടയ്ക്കാൻ അമ്മയല്ലേ പറഞ്ഞു ഇപ്പൊ തന്നെ തുടയ്ക്കാമെന്ന്. അയ്യോ, അത് മോപ്പം കൊണ്ട് തുടച്ചാൽ പോവില്ലേ മോളെ? അത് സോപ്പ് പൊടി ഇട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യും. എന്നിട്ട് നല്ല ചെറിയ തുണി എടുത്തിട്ട് നല്ലോണം തുടച്ചെടുക്ക്. എനിക്ക് നടുവ് വേണിച്ചിട്ടല്ലേ ഞാൻ ചെയ്യായിരുന്നു. ഇരുന്ന് തുടച്ചാലേ വൃത്തിയാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്. ഒന്നുമില്ല. എന്തൊരാൾക്കാരെ നോക്കണേ. എല്ലാവരും എന്ത് കഷ്ടകാലത്തിനാണാവും എനിക്ക് ഇങ്ങോട്ടേക്ക് കറി കൊണ്ടുവരാൻ തോന്നിയത്. എന്റെ വീട്ടിൽ പോലും ഞാൻ എന്നൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും. നന്നായിട്ട് തുടക്കട്ടെ, അല്ലെങ്കിൽ എന്നെ വീണ്ടും പറഞ്ഞയക്കും. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വരെ ഒരു കാണാച്ചാല് എന്ത് മനുഷ്യന്മാരാ. ഗതികേടെന്ന് പറഞ്ഞാൽ മതി. തിരിച്ചൊന്നും പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി. ആ, മതി. നീ എന്താ ഈ മുഖം വെറുപ്പിച്ചേക്കുന്നത്? നിനക്ക് എന്താ പറ്റി? ഒന്നുമില്ല. എന്താണ്? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കാര്യം പറയും. എന്റെ വീട്ടിലൊരു പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ എവിടെയല്ലേ ഉള്ളത്. ഇവിടെ എന്ത് പ്രശ്നം? അല്ല, ജാനു അടുത്തിനെ സ്ഥിരമായിട്ട് പറഞ്ഞു വിട്ടതാ. അതിന് പകരം എന്നെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്, അവിടുത്തെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓ, അതാണോ നിന്റെ പ്രശ്നം? എടി, ജാനു അടുത്തേ അവര് മോള് പ്രസവിച്ചെടുക്കല്ലേ. അപ്പൊ അവളെയും കുട്ടീനെയും നോക്കാൻ വേണ്ടിട്ട് അവളുടെ വീട്ടിലേക്ക് പോയതാ. ഇനിയിപ്പോ അവരെ ഏകദേശം 5-6 മാസത്തേക്ക് പ്രതീക്ഷിക്കണ്ട. അല്ലാണ്ട് നിന്നെ ഇവിടെ ആരും വേലക്കാരായിട്ട് വെച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിലും വീട്ടിലെ പണിയിലിടുന്ന നിനക്ക് ശീലം ഇല്ലാണ്ടൊന്നുമില്ലല്ലോ. വീട്ടിലെ പണികളൊക്കെ എടുത്ത് എനിക്ക് ശീലമുണ്ട്. പക്ഷെ എന്റെ പുറകെ വന്നിട്ടേ നീ അത് ചെയ്ത് ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് അടിമപ്പടി എടുത്തിട്ടൊന്നും എനിക്ക് ശീലമില്ല. അങ്ങനെ എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഒരുമാതിരി അവരോട് പെരുമാറണ പോലെയാണോ എന്നോട് പെരുമാറണ്ടേ? ആര്? ഏട്ടന്റെ അമ്മ. അമ്മ അങ്ങനെ ചെയ്യില്ലല്ലോ. ഞാൻ ചോദിച്ചു നോക്കട്ടെ അമ്മേനോട്. വേണ്ട, ചോദിക്കാനൊന്നും പോണ്ട. അത് സാരമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് വേറെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യങ്ങള്? പറഞ്ഞോ. ഞങ്ങള് നിങ്ങളെ പോലെ റിച്ച് ഒന്നും അല്ലല്ലോ. ആ ചിന്ത അമ്മേന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതിന് അമ്മ നിന്നോട് അങ്ങനെ പറഞ്ഞോ? അമ്മ അങ്ങനെ എന്നോട് നേരിട്ട് പറയോ? പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ എല്ലാവരും മനസ്സിൽ ആ ഒരു ചിന്തയുണ്ട്. എനിക്കെന്തോ ഒന്നും മനസ്സിലാവില്ല എന്നാ വിചാരിച്ചിരിക്കണേ. പിന്നെ ഇവിടെ അമ്മേന്റെ പിറന്നാള് വരാൻ പോവല്ലേ. അന്നേരം ഒരുപാട് പേര് വരും. എൻ്റെ കയ്യിലാണെങ്കിൽ കല്യാണത്തിനിട്ട മാലയൊക്കെ ഉള്ളൂ. ആൾക്കാർ വിചാരിക്കും ഞാൻ വേറെയും കുറെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അങ്ങനെ എക്സ്ട്രാ മാലകളൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഡയമണ്ട് നെക്ലസും ഡയമണ്ടിന്റെ ഒരു ബാങ്കിളും പിന്നെ ഒരു ഇയർ റിങ്ങും പിന്നെ കയ്യിലിടുന്ന ഒരു റിങ്ങും വാങ്ങിത്തരണം. ഇതൊന്നും ഇവിടെ ആരുടെ കയ്യിലും ഇല്ല. എല്ലാവരുടെ കയ്യിലും ഗോൾഡിന്റെ ഓർണമെന്റ്സ് ഒക്കെയല്ലേ. അപ്പൊ അവരെ അതിട്ടിട്ട് വരുമ്പോ ഞാനിങ്ങനെ ഡയമണ്ടിലൊക്കെ നിന്നാലേ അവർക്ക് എന്നോടൊരു വാല്യൂ ഒക്കെ തോന്നുമല്ലോ. പിന്നെ ഈ നെഗറ്റീവ് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല.
അപ്പൊ എനിക്കൊന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അത് ശരി. അപ്പൊ ഈ ഡയമണ്ടിന്റെ വളയും മാലയും കിട്ടാൻ മാത്രമേ നിനക്ക് വില കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്നത്? എടാ, ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇട്ട് പോയിട്ടേ നമുക്ക് വില ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളെ സ്നേഹിക്കേണ്ട ആൾക്കാരാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നമ്മളെ സ്നേഹിക്കും, നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. തൽക്കാലേ നിന്റെ കയ്യിലുള്ളത് മാത്രം ഇട്ടാൽ മതി, അല്ലാണ്ട് വേറൊരാളെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇത്രയും പൈസ വെച്ചിട്ട് പിശുക്കിന് ഒരു കുറവുമില്ല. ഇതിനൊക്കെ തന്നെയല്ലേ പൈസ. എനിക്കാണ് എൻ്റെ പഴയ ആഭരണങ്ങളൊന്നും ഒട്ടും ഇഷ്ടമില്ല. എല്ലാ ഫംഗ്ഷനും ഞാൻ ആ നെക്ലസ് ഉണ്ടാക്കും. പറഞ്ഞൊന്നും മനസ്സിലാകട്ടെ. ഇങ്ങനെയാണ് എനിക്ക് ഒരാളെ മുമ്പിൽ ഒരു വിലയും കിട്ടൂല. എന്താ ചെയ്യാ? വലിയ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു കൊണ്ട് കാര്യമില്ല. വെറും പണിക്കാർ, അതന്നെ എൻ്റെ വില ഇവിടെ. എൻ്റെ ഇടയ്ക്ക് തുടങ്ങി. പറയമ്മേ, എന്താ? ഞാൻ TV കണ്ടിരിക്കുക ബെഡ്റൂമിൽ. ഇവിടെ AC വർക്കാകാണ്ടേ 4-5 പണിക്കാർ നിർത്തിയിട്ടുണ്ട് വീശി തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഏട്ടൻ്റെ അമ്മ ജ്യൂസ് എടുക്കാൻ പോയിരിക്കും. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും അറിയണം? എങ്ങോട്ടേക്കോ? എന്തിന്? ആര് വിളിച്ചു? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഞാന് അങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അത് ഞാൻ സമയമൊക്കെ ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് വിളിച്ചു പറയാം. ശരി. ഇതെപ്പോ സംഭവിച്ചു? ഇതൊക്കെ കഴുകാൻ കിടക്കുന്നു നല്ല പോലെ. വിളക്ക് പിന്നെ അങ്ങനെ കഴുകാനില്ല, എന്നാലും ഒന്ന് കഴുകി വൃത്തിയാക്കണം. അമ്മേ, വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരെയും വിളിക്കുന്നതിൻ്റെ മുൻപ് ആദ്യം മോളെ വീട്ടിലേക്കാണ് വിളിച്ചത്. അമ്മ പക്ഷെ എന്നോട് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചപ്പോഴാ അമ്മ പറയുന്നത് ഇങ്ങനൊരു കാര്യം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരും അല്ലല്ലോ, നമ്മളിനും ഒരേ കുടുംബം തന്നെ അല്ലേ. ഞാൻ അമ്മയടുത്ത് എന്താ പറഞ്ഞറിയോ? പിറന്നാളിന് ദിവസം വരാനാ. മോളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് 2 ദിവസം മുൻപ് പോയിട്ട് അമ്മയോട് കൂട്ടിയിട്ട് കേട്ടോ. ആയിക്കോട്ടെ. ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം നമുക്ക് എല്ലാവരും കൂടെ. പിന്നെ അനിയത്തി 2 ദിവസം കഴിഞ്ഞാൽ വരും. എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്കൊരു സഹായമായില്ലേ. ഒറ്റയ്ക്ക് ചെയ്തിട്ട് കഴിയില്ലേ പണിയൊന്നും. കുറേ പൊടികളുണ്ട്, അതൊക്കെ കുറച്ച് ദിവസമായി തുടച്ചിട്ട്. അത് ശരിയമ്മേ. വീട് മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കാനുള്ളതല്ലേ. ഞാനിപ്പോ വരമ്മേ. അമ്മേ, ഇവിടുത്തെ അമ്മ വിളിച്ചപ്പോഴേ അമ്മ വരാന്നോ അല്ലെങ്കിൽ വരാണെങ്കിൽ എപ്പോ വരാന്നോ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മോളെ, അമ്മ എന്നെ വിളിച്ചപ്പോ വരാന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളോടും കൂടി ചോദിച്ചിട്ട് മോൾ എങ്ങനെയാ പറയണത് അതിനനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടാ. എന്നാ ആ കാര്യം പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. തൽക്കാലം ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. ഇവിടെ ഒരുപാട് പേര് വരുന്നതാ, ഫാമിലി മെമ്പേഴ്സ്. അതില് ഹൈദരാബാദിൽ നിന്നും പൂനെന്നും ഒക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഫോർക്കും നൈഫൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ. അതിനിടയ്ക്ക് വന്നിട്ട് അവിടുത്തെ പോലെ ഇങ്ങനെ കൈ കൊണ്ട് ഒരുമാതിരി ചവച്ച് കഴിക്കാൻ തോന്നണമെങ്കിൽ എനിക്ക് നാണക്കേടായിരിക്കും. അത് ശരിയാ. അവിടെയൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കുമല്ലേ മോളെ വരുന്നത്. എന്നാലും അമ്മ നേരിട്ട് വിളിച്ചതല്ലേ, വരാതിരുന്നാലേ അത് അവരെ അപമാനിച്ച പോലെയാവില്ലേ. പിന്നെ നിനക്ക് അവിടെ ഒരു വിഷമമാകുമോ അത്? അയ്യോ, നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. വന്നാലാണ് തലവേദന മുഴുവനും. തൽക്കാലം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ പിടിച്ചു നിന്നോളാം. അമ്മയ്ക്ക് വയ്യാന്നോ അല്ലെങ്കിൽ ഏട്ടന് ജോലിന്റെ കാര്യമായിട്ട് എവിടേക്കെങ്കിലും ഇന്റർവ്യൂവിന് പോയതാന്നോ എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ നിങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. അയ്യോ, നിങ്ങൾ നടന്നത് ശരിയായോ, ഇരുന്നത് ശരിയായോ, സംസാരിച്ച് ശരിയായെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ തന്നെ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെ എന്നെ പ്രസന്റ് ചെയ്യാന്ന്. എന്റെ കയ്യിലാണെങ്കിലും മര്യാദയ്ക്ക് ഇവിടുത്തെ ബാക്കിയുള്ളവർ ഇടുന്ന പോലത്തെ സാധനങ്ങളും ഇല്ല. ഒരുമാതിരി പരന്ന് നെക്ലസ് അതൊക്കെയല്ലേ തന്നയച്ചിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മാനം മുഴുവൻ കളയാൻ വേണ്ടിയിട്ടാ. ഒരാളും വരണ്ട, ഏട്ടനും വരണ്ട, അമ്മയും വരണ്ട, അച്ഛനും വരണ്ട, ആരും തൽക്കാലം വരണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചോളാം. തൽക്കാലം അമ്മ ഫോൺ കട്ട് ചെയ്തേ. പിറന്നാൾ കഴിഞ്ഞവരെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. എന്നാ ശരി മോളെ, ഞങ്ങൾ വരുന്നില്ല. വരണ്ടാന്ന് പറഞ്ഞ വരണ്ട, അത് തന്നെ. ശരി എന്നാൽ.
മോളെ, നീ ഒന്ന് അകത്തേക്ക് വാ. ശരി. അല്ല മോളെ, നിന്റെ വീട്ടിൽ നിന്നേ അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ വന്ന് എനിക്കെന്താ പ്രശ്നം? അമ്മ, ഞാൻ അതല്ല, ഞാൻ വേറൊരു കാര്യം സംസാരിക്കായിരുന്നു. നീ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. സ്വന്തം അച്ഛനെയും അമ്മനെയും ആങ്ങളെയും മറന്നിട്ടല്ല നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അവരെയും കൂടി കണ്ടിട്ടാണല്ലോ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതമ്മ, ഞാന് ഇപ്പൊ ഇവിടെ പൈസ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. അല്ല ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പൈസയുണ്ട് പറഞ്ഞ നാട്ടുകാരുടെ മുന്നിൽ അഹങ്കാരം കാണിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ അവർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടാ? ഇപ്പൊ മോള് പറഞ്ഞ വാക്കുകൾ എന്താ? അച്ഛന്റെ അമ്മന്റെ ആങ്ങളുടെ മുൻപിലേ നീ അടുപ്പിട്ട് വലിയ ആളാകണമെങ്കിൽ അവർക്ക് നീ ലക്ഷങ്ങൾ കൊടുക്കണം. അതില്ലാലോ. ഇപ്പൊ അവർ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ. എന്നിട്ട് നീ അവരോട് വലിയ ആളായാലോ? അതിലെന്താ അർത്ഥമുള്ളത്? എത്ര നല്ല പെരുമാറ്റം നിന്റെ അമ്മന്റെ. പിന്നെ നിന്റെ ആങ്ങള നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ആ കുട്ടിന്റെ വർത്തമാനവും ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എല്ലാം കൂടി കണ്ടപ്പോ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞതാ, മോനെ ആ കുട്ടി എന്തുമാത്രം നന്നായിട്ടാണ് സംസാരിക്കുന്നത്, അത് നല്ല കുടുംബമായിരിക്കും, നമുക്ക് ആ പെൺകുട്ടിനെ തന്നെ എടുക്കാന്ന് പറഞ്ഞത്. അങ്ങനെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ ഇപ്പൊ അവരിങ്ങോട്ട് വരണ്ട പറയാ? ഇപ്പൊ തരക്കേടില്ലാണ്ട് ജീവിച്ചുകൊണ്ട് ചുറ്റുപാടൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ മോനെ നല്ല ജോലിയാണെന്ന് അറിയാലോ നിനക്ക്. ഇനി പ്രൊമോഷനായി നല്ല ഉയർന്ന നിലയിൽ അവൻ എത്തും. അപ്പൊ അവന് തോന്നിയാലോ എനിക്ക് നല്ല വരുമാനം, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത്ര പൈസയൊന്നും ഇല്ല, നമ്മൾക്കിനി അവർ നാണക്കേടാണ്, നമുക്ക് എവിടെയെങ്കിലും പോയി മാറി താമസിക്കാം, അവരൊന്നും വേണ്ടാന്നുള്ളത്. അല്ലെങ്കിൽ നീ തന്നെ പറഞ്ഞു കൊടുക്കില്ലേ? സ്വന്തം അച്ഛനും അമ്മനെ ഒഴിവാക്കാൻ നിൽക്കുന്ന ആളല്ലേ, പിന്നെ ഭർത്താവിന്റെ അച്ഛനും അമ്മനെ സ്വീകരിക്കും നീ? സത്യം പറയാലോ, നിന്റെ സ്വഭാവം കണ്ടിട്ടേ ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ മോനെ ഞങ്ങളായിട്ട് പെടുത്തിയത്. എനിക്ക് 2 പെൺമക്കളല്ലേ, ഇവിടത്തെയും വെച്ച് നല്ല നിലയിൽ അവർ രണ്ടാളും ജീവിക്കുന്നത്. ഞാനും അച്ഛനും എൻ്റെ മോനെ കട പോകുമ്പോഴേ എന്തുമാത്രം സ്നേഹത്തിൽ അവർ ഞങ്ങളോട് പെരുമാറുന്നത്. അല്ലാതെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ നിങ്ങൾ വരണ്ട, ഞങ്ങൾക്ക് നാണക്കേടാന്ന് പറയല്ലേ അവര്. നിന്റെ പുറകിലൊരു കുടുംബം ഉണ്ടാകുമ്പോഴാണ് നിനക്ക് എല്ലായിടത്തും വിലയുണ്ടാവുക. നീ ഒറ്റയ്ക്ക് പൊട്ടിമുളിച്ച് വന്നതൊന്നും അല്ലല്ലോ. മര്യാദക്ക് ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയും അച്ഛനെ അമ്മനെ ആങ്ങളെയും 2 ദിവസം മുൻപ് ഇവിടെ എത്തേ, അല്ലെങ്കിൽ ഞങ്ങൾ പോയി കൊണ്ടുവരും. നീ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയും അവര് വരെ. വിളിക്കവരെ. ആ, ഹലോ അമ്മേ, ഇത് ഞാനാ. ഇവിടുത്തെ അമ്മേൻ്റെ ബർത്ത്ഡേൻ്റെ പരിപാടിക്ക് എല്ലാവരും വരണേ. ഏട്ടനെ ഞാൻ വേറെ വിളിക്കാം, അച്ഛനോടും പറയാം. പിന്നെ ഞാനും അഭിഷേകേട്ടനും കൂടിയിട്ട് 2 ദിവസം മുമ്പ് വരാം, നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാൻ. ഇവിടെ അമ്മയുണ്ട്, അമ്മ പറഞ്ഞതാ. ആ ആ. ഇല്ലമ്മ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വരാം, കൂട്ടിക്കൊണ്ടുവരാം. ശരി.